കേരളത്തിൽ ജാതി മത സംഘടനകൾ കൂടുതൽ കരുത്താർജിക്കുകയാണോ? അങ്ങനെയുള്ള മതസാമുദായിക വോട്ടുകൾ ഒരേ ശ്രേണിയിൽ ഒരേ സ്വഭാവത്തോടു കൂടി ബൂത്തിൽ വോട്ട് ചെയ്യപ്പെടുകയാണോ? അതൊരു പാർട്ടിയിലേക്കോ അല്ലെങ്കിൽ മുന്നണിയിലേക്കോ ഒക്കെ ചായുന്ന സാഹചര്യമാണോ ഉള്ളത് എന്നത് നമ്മൾ വിശദമായി പരിശോധിച്ചിരുന്നു. ഒരു പക്ഷേ പ്രേക്ഷകർക്ക് തോന്നാം എങ്ങനെയാണ് ഈ ജാതിമത വോട്ടുകൾ, അങ്ങനെയൊന്നും ഒരു വോട്ടടിസ്ഥാനം ഇല്ലല്ലോ, വോട്ട് ചെയ്യുന്നു വിജയിക്കുന്നു എന്നതിനപ്പുറത്ത്. എന്നാൽ ഓരോ മണ്ഡലങ്ങളിലെയും വിജയപരാജയങ്ങളെ നിർണ്ണയിക്കുന്നതിൽ അവിടുത്തെ ഭൂരിപക്ഷം, അതോടൊപ്പം തന്നെ ഓരോ സ്ഥാനാർത്ഥിക്കും ലഭിച്ചിട്ടുള്ള വോട്ടുകൾ, അവിടുത്തെ സാമുദായിക ഇക്വേഷനുകൾ, അവിടെ ഏത് സമുദായത്തിൽപ്പെട്ടവരാണ് മുന്നിൽ നിൽക്കുന്നത്, ഇതെല്ലാം വിലയിരുത്തുമ്പോഴാണ് ഈ ജാതി ധ്രുവീകരണം, മതധ്രുവീകരണമൊക്കെ ഉണ്ടായിട്ടുണ്ടോ അത് കേരളത്തിൻ്റെ പൊതുചിത്രത്തിലടക്കം പ്രസക്തമാവുന്നത്. വളരെ പെട്ടെന്ന് ഒന്നുകൂടി ഓർമ്മിപ്പിക്കാനുള്ളത്, അല്പസമയം മുമ്പായിരുന്നു കെ മുരളീധരൻ മാധ്യമങ്ങളെ കണ്ട് അദ്ദേഹം പ്രസക്തമായൊരു ചോദ്യം ചോദിച്ചത്, ന്യൂനപക്ഷങ്ങളുടെ വോട്ട് നേടാൻ ഇപ്പോഴും സാധിക്കുന്നുണ്ടോ CPIM-ന്? അത് ഞങ്ങൾക്ക് തന്നെയല്ലേ സാധിക്കുന്നത്? അതുകൊണ്ടല്ലേ നേമത്ത് നേരത്തെ O രാജഗോപാൽ വിജയിച്ചിരുന്നു, പിന്നീട് ആ അക്കൗണ്ട് പൂട്ടിച്ചു. ആ അക്കൗണ്ട് പൂട്ടിക്കാൻ കാരണം താൻ അവിടെ മത്സരിച്ചപ്പോൾ തനിക്ക് ന്യൂനപക്ഷ വോട്ടുകൾ ലഭിച്ചു. പക്ഷേ എന്തുകൊണ്ട് ഇത്തവണ അതുണ്ടാകുന്നില്ല എന്ന സംശയം അദ്ദേഹം ചോദിക്കുന്നു. അതുപോലെ പാലക്കാട് ആകട്ടെ മഞ്ചേശ്വരത്താകട്ടെ ആരാണ് BJP-യുടെ അക്കൗണ്ട് പൂട്ടിക്കുന്നത്? അത് CPM അല്ല, ഞങ്ങൾ ആണ് എന്ന് പറഞ്ഞു വെക്കുന്നു. അവിടെ നമുക്ക് മറ്റൊരു ഡേറ്റ വളരെ പെട്ടെന്ന് പ്രേക്ഷകരുമായി ഒന്ന് പങ്കുവെക്കുകയാണ്. അതായത് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 50,000-ന് മുകളിൽ ഭൂരിപക്ഷം ലഭിച്ച ചില ആളുകൾ ഉണ്ട് എന്നതാണ്. ഓർക്കുക, കേരള നിയമസഭയുടെ തെരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ തന്നെ ഈ 50,000-ന് മുകളിലേക്ക് ഭൂരിപക്ഷം ലഭിക്കുക എന്നത് അപൂർവമാണ്. ഇപ്പോൾ 2021 കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം നേടിയത് KK ശൈലജയായിരുന്നു. KK ശൈലജയുടേത് ഒരു റെക്കോർഡ് ഭൂരിപക്ഷം ആയിരുന്നു എന്നത് മാത്രമല്ല, പിന്നീട് ഭൂരിപക്ഷം ലഭിച്ചത് ധർമ്മടത്തായിരുന്നു, മുഖ്യമന്ത്രി പിണറായി വിജയൻ ആയിരുന്നു. ഇത്തവണ അത് ആ വോട്ട് വിഹിതത്തിൽ എത്ര കുറവുണ്ടായി, എന്താണ് KK ശൈലജ മത്സരിച്ച മണ്ഡലത്തിൽ സംഭവിച്ചത് എന്നതൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസം, അതായത് തെരഞ്ഞെടുപ്പ് ഫലം അവലോകനം ചെയ്തപ്പോൾ സൂചിപ്പിച്ചതാണ്. ഇനി ഇതാ നമ്മൾ ഈ തെരഞ്ഞെടുപ്പിലെ 50K കടന്നവർ, 50,000-ലധികം ഭൂരിപക്ഷം നേടിയവരിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്നത് PK കുഞ്ഞാലിക്കുട്ടിയാണ്. 85,327 വോട്ടുകളാണ് PK കുഞ്ഞാലിക്കുട്ടി നേടിയത്. ഒരുപക്ഷെ ഇങ്ങനെയൊരു റെക്കോർഡ് ഇനി സമീപകാലത്ത് മറ്റ് തെരഞ്ഞെടുപ്പുകളിൽ പോലും മറികടക്കാൻ സാധിക്കുമോ എന്ന് സംശയിക്കേണ്ടതുണ്ട്. മറ്റൊന്ന് PMA സമീർ നേടിയ വോട്ടാണ്. 63,387 വോട്ടുകൾ ആണ് നേടിയത്. ആബിദ് ഹുസൈൻ തങ്ങൾ 62,638 വോട്ടുകൾ ആണ് ഭൂരിപക്ഷമായി നേടിയത്. M റഹ്മത്തുള്ള 57,887 വോട്ടുകളുടെ മെജോറിറ്റിയിൽ ആണ് വിജയിച്ചു കയറിയത് എന്നതാണ് എടുത്തു പറയേണ്ടത്. ഇവർ മാത്രമല്ല ഇത്തരത്തിൽ ഭൂരിപക്ഷം നേടിയവർ എന്നതുകൂടിയാണ് എടുത്തു പറയേണ്ടത്. മറ്റു ചിലർ കൂടിയുണ്ട് 50K ഭൂരിപക്ഷം കടന്നവർ. TP അഷ്റഫ് അലി 56,000-ൽ അധികം വോട്ടുകളാണ് നേടിയത്. ആര്യാടൻ ഷൗക്കത്ത് 54,851 വോട്ടുകളാണ് നേടിയത്. ചാണ്ടി ഉമ്മൻ 52,000-ഓളം വോട്ടുകൾ നേടുന്നു. 52,907, 53,000 വോട്ടിനടുത്ത്. ഉമാ തോമസ് തൃക്കാക്കരയിൽ നിന്ന് നേടിയത് 50,211 വോട്ടുകൾ ആണ്. ഇതൊരു വ്യക്തമായ മേൽക്കൈ എന്നതിനോടൊപ്പം തന്നെ നമുക്ക് വളരെ കൃത്യമായി പറയേണ്ടതുണ്ട്, കൃത്യമായ ചില വോട്ട് ഷെയറുകൾ ഇവിടെ ഉണ്ടായി എന്നതുകൂടിയാണ് നമുക്ക് അനുമാനിക്കേണ്ടതായി വരുന്നത്. നേരത്തെ ന്യൂസ് ടെൻസ് പങ്കുവെച്ചത് മറ്റൊന്നുമല്ല, ഇത്തവണ ക്രൈസ്തവ വിഭാഗവും മുസ്ലിം വിഭാഗവും ഒന്നടങ്കം UDF-നെ പിന്തുണച്ചേക്കും എന്നത് തന്നെ ആയിരുന്നു. അത്തരം സൂചനകൾ കൂടിയായിരുന്നു. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.